സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ തമ്മിൽ ഉന്തും തള്ളും. ഇത് ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ അടക്കമാണ് കയ്യേറ്റം ചെയ്തത്. മീഡിയ വൺ റിപ്പോർട്ടർ മുഹമ്മദ് ആഷിഖ്, ക്യാമറമാൻ സിജു സുധാകരൻ, ഡ്രൈവർ സജിൻ ലാൽ എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. ജീവനക്കാരുടെ തർക്കം ചിത്രീകരിച്ചാൽ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്നും ഭീഷണി. തൊടാൻ അവകാശമുണ്ടോ? വീഡിയോ എടുക്കും, തല്ലുന്ന വീഡിയോ എടുക്കും. വീഡിയോ ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ ഇതിനകത്ത് ഇടപെടാം. സെക്രട്ടേറിയറ്റിലാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ഭരിക്കണമല്ലോ. വീഡിയോ എടുക്കും. നീ എന്നായാലും വീഡിയോ എടുക്കും. എന്നായാലും വീഡിയോ എടുക്കുക. നീ മോളെ നമ്മളെ അടുത്ത് കാണിക്കണ്ട. പോയാ മതി. നീ പേര് പറഞ്ഞിട്ട് പോയാ മതി. നീ പോടാ. നീ ആരാണ്? എന്റെ റിപ്പോർട്ടറൊക്കെ നീ ആരാണ് ഇടാന്ന് വിളിച്ചേ? എന്റെ റിപ്പോർട്ടറൊക്കെ നീ ആരാ ഇടാന്ന് വിളിക്കാൻ? എന്റെ റിപ്പോർട്ടറെ കയറി ഇടാന്ന് വിളിക്കാൻ നീ ആരാ? എന്റെ റിപ്പോർട്ടറെ കയറി ഇടാന്ന് വിളിക്കാൻ നീ ആരാ? അവന് പേരുണ്ട്, അവന് പേരുണ്ട്. നീ എന്റെ റിപ്പോർട്ടറെ നീ എന്ത് ഇടാന്ന് വിളിച്ചേ? എടുക്കൂടാ. നീ എന്റെ മേത്ത് കൈവച്ചു. നീ എന്റെ മേത്ത് കൈവച്ചു. തിരിച്ചു കൈവെക്കുന്ന അല്ല എന്റെ സ്വഭാവം. എന്റെ പേര് മുഹമ്മദ് ആഷിഖ്. ഞാൻ മീഡിയ വണ്ണിന്റെ തിരുവനന്തപുരത്ത് റിപ്പോർട്ടറാണ്. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ ഇവിടുത്തെ എന്താണ് ജോലി? എന്താണ്? പറ. വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. അത് ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ഈ ഉന്തും തള്ളും അതെന്തിനായിരുന്നു? ഈ മാധ്യമപ്രവർത്തകരെ നേരെ തിരിഞ്ഞത് അതെന്തിനായിരുന്നു? ഇന്ന് PR ചേംബറിൽ മന്ത്രി MP രാജേഷിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഈ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുറത്ത് സെക്രട്ടേറിയറ്റിലെ ചില ജീവനക്കാർ തമ്മിലുള്ള തർക്കം ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറായ ആഷിഖ് ആ ഭാഗത്തേക്ക് പോയത്. തുടർന്ന് ആഷിഖ് ഇത് മൊബൈലിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഈ സമയം ജീവനക്കാർ ആഷിഖിന് നേരെ തിരിഞ്ഞു. ആഷിഖിന്റെ ക്യാമറാമാൻ സിജോയും ആ ഭാഗത്തേക്ക് ചെന്നു. ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന കാര്യമാണ് ജീവനക്കാർ ആവശ്യപ്പെട്ടത്. ഇത് ക്യാമറയിൽ തല്ലുകയും പിന്നീട് അസഭ്യം വിളിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഈ സമയത്ത് കൂടുതൽ മാധ്യമപ്രവർത്തകർ അവിടേക്ക് വന്നു. അകാരണമായി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നതും അസഭ്യം പറഞ്ഞതും അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. നിരവധി ഉദ്യോഗസ്ഥർ, സെക്യൂരിറ്റി ജീവനക്കാർ അടക്കമുള്ളവർ, പോലീസ് ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് സെക്രട്ടേറിയറ്റിനുള്ളിലുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ പ്രകോപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മറ്റു ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ഇടപെടാൻ വൈമനസ്യമുണ്ടായിരുന്നു. പിന്നീട് ഈ ബഹളമുണ്ടാക്കിയ ക്യാമറാമാനെ അതോടൊപ്പം തന്നെ റിപ്പോർട്ടറെയും കയ്യേറ്റം ചെയ്യുകയും അവരോട് അസഭ്യം പറയുകയും ചെയ്ത ജീവനക്കാരനെ മറ്റ് സഹപ്രവർത്തകർ ചേർന്ന് ഈ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് PR ചേംബർ സ്ഥിതി ചെയ്യുന്ന മന്ദിരത്തിനുള്ളിലേക്ക് കയറ്റിവിടുകയായിരുന്നു. പിന്നീട് ഈ പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായി. എന്നാൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനുള്ള തീരുമാനം അത് അവിടെ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. കന്റോൺമെന്റ് പോലീസിലും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇങ്ങനെ ജീവനക്കാരുടെ അതിക്രമം ഉണ്ടായത്. ജീവനക്കാർ തമ്മിലുള്ള തർക്കം, ആ ഒരു തർക്കം എന്താണെന്ന് അന്വേഷിക്കുകയും അത് ആ ഭാഗത്തേക്ക് എത്തിയ മാധ്യമപ്രവർത്തകരെയുമാണ് ക്യാമറ തല്ലിപ്പൊളിക്കുമെന്ന ഭീഷണിയും അസഭ്യം പറഞ്ഞതും അതോടൊപ്പം തന്നെ കയ്യേറ്റം ചെയ്തതും ക്യാമറയിൽ ഉൾപ്പെടെ തല്ലിക്കൊണ്ടായിരുന്നു ഈ അസഭ്യം വിളി. സെക്രട്ടേറിയറ്റിനുള്ളിലാണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.